ഹായ് ഹലോ കൂട്ടുകാരെ. ചൂട് സഹിക്കാൻ മേല, എന്തൊരു ചൂടല്ലേ എൻ്റെ ദൈവമേ. ഇരുന്നിരുന്ന് മടുത്തിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി ഇച്ചിരി കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അന്നേരം പിന്നെ പറമ്പിക്കൂടൊക്കെ നടന്നപ്പോൾ നമ്മുടെ പ്ലാവേലൊക്കെ നോക്കിയിട്ട് 3-4 പ്ലാവൊക്കെ ഉണ്ട്. ചക്കയൊന്നും വിളവായിട്ടൊന്നും ഇല്ല, എന്നാലും ചുമ്മാ നോക്കിയേക്കാന്ന് പറഞ്ഞാൽ അതിൽ ചക്കക്കിടയിൽ കൂടെ നോക്കുമ്പോഴാണ് അവിടെ ഒരു ആശാൻ കിടക്കുന്നത് കണ്ടത്. അത് പഴുത്തിട്ടുണ്ടായിരുന്നേ, പാളയംതൊടൻ്റെ ഒരു കൊലയായിരുന്നു. അപ്പുറത്തെ വീടിൻ്റെ ഷെയ്ഡിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. നമ്മളെന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്. അച്ഛനൊരു തോട്ടിയൊക്കെ കൊണ്ടുവന്ന് വലിച്ച് ഇങ്ങോട്ടാക്കി. അവരുടെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്നും വീണ് പോകണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ എന്നോട് അത് വലിച്ചു പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചുകൊണ്ടിരുന്ന് അച്ഛനൊന്ന് കൊത്തിയതേ ഓർമ്മയുള്ളൂ. സാധനം പത്തടക്കോന്ന് പറ താഴെ വീണ്. ഞാൻ വിചാരിച്ചിട്ട് എനിക്കിട്ട് കിട്ടുമെന്ന്. അച്ഛൻ്റെ നോട്ടം കണ്ടു, ആ നോട്ടത്തിലുണ്ട് എല്ലാം. അത് പിന്നെ പെട്ടിയെല്ലാം എടുത്തു. പിന്നെ എല്ലാം ശടപടേന്നായിരുന്നു. കൊല വെട്ടലും പിണ്ടി മുറിക്കലും എല്ലാമായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ പോർഷനും ഉണ്ടായിരുന്നു. അത് വീഴുന്ന വീഴ്ചയിൽ അങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു. അതെന്തിനെടുക്കാം എന്നെനിക്ക് വലിയ ഇതൊന്നുമില്ല, ധാരണയില്ല. കാരണം തീരെ ചെറിയ കായല്ലേ അത്. അതിന് കൊള്ളാവോന്ന് എനിക്കറിയത്തില്ല. എന്നാലും അച്ഛനതെടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. നമുക്ക് അരി വാരി പൊത്തിയതുപോലല്ലേ ഇരിക്കുന്നത്. പിന്നെ അതും എടുത്തു. അച്ഛൻ ആ വലിയ കൊലയെടുത്തു. അത്യാവശ്യം മുഴുത്ത കൊലയായിരുന്നേ. അതും കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേന്നെ ശബ്ദം കേട്ട് അമ്മ ഇറങ്ങി വന്നു. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ആ ചെറിയ പീസെന്ന് പറഞ്ഞാൽ. ഇതിന് എന്തിനെങ്കിലും കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല. തീരെ ചെറുത്, നമുക്കൊന്നും എടുക്കാൻ പോലും പറ്റത്തില്ല. അമ്മ വന്നിട്ട് പിന്നെ മൊത്തത്തിലൊരു നോട്ടമൊക്കെ ആയി. ഇതിന് കടയിലൊന്നും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം കുറച്ച് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് വവ്വാലും ഒക്കെ അടിച്ചിട്ടുള്ളത് കൊണ്ടേ പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് എടുപ്പിക്കാം. ചൂടൊക്കെ അല്ലേ, പഴമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാം. ചെറിയ കായ, വലിയ വലിപ്പമുള്ള കായ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അത് തിക്കായിട്ടുണ്ടായേക്കുന്നല്ലേ. നമുക്ക് നിറയെ ഉണ്ട്.